പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ ആകെ വല്ലാതെ ബാധിച്ച, അവരെ വലിയ തോതിൽ മനോവ്യഥയ്ക്ക് കാരണമാക്കിയ വയനാട്ടിലെ ആ മഹാദുരന്തത്തിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മരിച്ചവരുടെ എണ്ണം 220 കവിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര പേർ ഇനിയും മരിച്ച മണ്ണിനടിയിലുണ്ട് എന്ന് ആർക്കും അറിയില്ല. അവരെല്ലാം പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നടക്കുന്നതിനിടയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ദുരിതാശ്വാസ നിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ദുരിതാശ്വാസ നിധി പ്രഖ്യാപിച്ച എനിക്കൊന്ന് ജൂൺ 30 മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇങ്ങനെ സംഭാവനകൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് സർക്കാർ പറയുന്നുണ്ട്. പത്രത്തിലൊക്കെ അങ്ങനെ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, ഞാനിവിടെ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ ദുരിതാശ്വാസ നിധിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രാഥമികമായി എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇതുവരെയുള്ള ഈ 3-4 ദിവസത്തെ അനുഭവം വെച്ച് നോക്കിയാൽ വലിയൊരു പരാജയമായി മാറിയിരിക്കുകയാണ് എന്ന് ഞാൻ പറയുമ്പോൾ, സാധാരണ ജനങ്ങൾ ഈ ദുരിതാശ്വാസ നിധിയോട് പുറംതിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഈ ദുരിതാശ്വാസ നിധി ഇത്രയും വലിയൊരു വമ്പൻ പരാജയമായി മാറിയത് എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ 2018 മഹാപ്രളയം. ആ മഹാപ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച ദുരിതാശ്വാസ നിധി അത് വലിയൊരു വിജയമാക്കി തീർത്തത് ശതകോടീശ്വരന്മാരോ ബിസിനസ്സുകാരോ കച്ചവടക്കാരോ വ്യവസായികളോ കാരോ ഇവരൊന്നുമായിരുന്നില്ല. മഹാപ്രളയം വന്നപ്പോൾ പിണറായി വിജയൻ പ്രഖ്യാപിച്ച ദുരിതാശ്വാസ നിധി വിജയിപ്പിച്ചത് കേരളത്തിലെ സാധാരണ ജനങ്ങളായിരുന്നു. അതിൻ്റെ എത്രയോ 100 കണക്കിന് ഉദാഹരണങ്ങൾ. പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ അവരുടെ കുടുക്ക പൊട്ടിച്ചു കൊടുത്ത പണം, പശുവിനെയും ആടിനെയും ഒക്കെ വിട്ടിട്ട് കൊടുത്ത, അങ്ങനെയൊക്കെ എത്ര ഉദാഹരണങ്ങൾ നമ്മളന്ന് കേട്ടു. അവരാണ് 2018 മഹാപ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ദുരിതാശ്വാസ നിധിയെ വലിയൊരു വിജയം, ഒരു അത്യഭൂതപൂർവമായിട്ടുള്ള വിജയമാക്കി അതിനെ മാറ്റിയത്. സുഹൃത്തുക്കളെ, എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് യഥാർത്ഥത്തിൽ മഹാപ്രളയത്തെക്കാൾ ഭീകരമായൊരു ദുരന്തമായി വയനാട് ദുരന്തം മാറുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. മഹാപ്രളയത്തിൽ കേരളത്തിൽ ഒട്ടാകെ 400 ചില്ലാനം പേര് മരിച്ചെങ്കിൽ ഇപ്പോഴത്തെ വയനാട്ടിൽ 1-2 പഞ്ചായത്തുകളിൽ മാത്രമായി ഏതാണ്ട് 10-200 ചില്ലാനം ആളുകൾ ഇതിനുള്ളിൽ തന്നെ മരിച്ചതായി കണക്ക് വന്നിരിക്കുകയാണ്. എത്ര പേർ മരണപ്പെട്ടു എന്നുള്ള സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ ഇപ്പോഴും നമ്മുടെ മുന്നിലില്ല. എന്തായാലും മരണസംഖ്യ വല്ലാതെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുരിതം എത്ര ആഴത്തിലുള്ളതായിരുന്നു എന്നുള്ളതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ആ മഹാപ്രളയത്തിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള ദുരിതാശ്വാസ നിധിയൊക്കെ വെല്ലുന്ന നിലയിലുള്ള പ്രതികരണം ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകേണ്ടതായിരുന്നു ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതുണ്ടായില്ല. ഈ 4 ദിവസത്തെ ഇത് വെച്ച് നോക്കിയാൽ വലിയ പരാജയത്തിലേക്കാണ് ഇത് പോകുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അതിൻ്റെ ചില കണക്കുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ ദുരിതാശ്വാസ നിധി വലിയൊരു പരാജയമായി മാറുന്നത് എന്ന് ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ നിരീക്ഷണങ്ങളിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ചില കണക്കുകൾ നോക്കുകയായിരുന്നു. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ പത്രങ്ങളിൽ വന്ന കണക്കുകൾ പ്രകാരം ഏതാണ്ട് ഒരു 70 കോടി രൂപയ്ക്ക് അടുത്താണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഏതാണ്ട് 69 കോടി രൂപയോളം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്ക് കൂട്ടി നോക്കുമ്പോൾ കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, അതിൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്തവരാരാണെന്നറിയാമോ? അതിൽ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 52% പണവും കൊടുത്തിട്ടുള്ളത് വിരലിൽ എണ്ണാവുന്ന ചില ശതകോടീശ്വരന്മാരാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. യൂസുഫ് അലി 5 കോടി രൂപ, രവി പിള്ള 5 കോടി രൂപ, കല്യാൺ ജ്വല്ലറി 5 കോടി രൂപ, അദാനി 5 കോടി രൂപ, PNC മേനോൻ 10 കോടി രൂപ, അങ്ങനെയുള്ള സ്വർണ്ണക്കച്ചവടക്കാർ ഉൾപ്പെടും. ഇവരാണ് ഈ 70 കോടി രൂപ, 69 കോടി രൂപയിൽ ഏതാണ്ട് 50%-ലധികം തുക കൊടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെയൊക്കെ തന്നെ വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. യൂസുഫ് അലിക്കെതിരെയും രവി പിള്ളയ്ക്കെതിരെയും അദാനിക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. കല്യാൺ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, നികുതി ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആ ദുരിതാശ്വാസ നിധിയിൽ 50%-ൽ കൂടുതൽ പണവും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് വിരലിലെണ്ണാവുന്ന ശതകോടീശ്വരന്മാരാണ്. പ്രധാനപ്പെട്ടവരുടെ പേരാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമത് അതിലേക്ക് പണം ഇട്ടിട്ടുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഏതാണ്ട് ഒരു 10-11 കോടി രൂപയോളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ. എൻ്റെ പേരുകൾ ഞാൻ പറയുന്നില്ല. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ നിർബന്ധപ്രകാരമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെയുള്ളത് കുറച്ച് സിനിമാ നടന്മാരാണ്.
ആ സിനിമാ നടന്മാരുടെ ഇടപെടലിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ, സൂര്യ, ജ്യോതിക, കാർത്തി, പിന്നെ ഫഹദ് ഫാസിൽ, ഇതുപോലെയുള്ള ആളുകൾ, ദുൽഖർ സൽമാൻ പോലെയുള്ള ചില സിനിമാ നടന്മാരെ ഏതാണ്ട് 1-2 കോടി രൂപയ്ക്കടുത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭ 5 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. YMCA 5 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ 5 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് കിട്ടിയിട്ടുള്ളത് 10-70 കോടി രൂപയിൽ 50% തന്നിട്ടുള്ളത് ശതകോടീശ്വരന്മാർ, 10 കോടി രൂപയോളം തന്നിട്ടുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഓർത്തഡോക്സ് സഭയും സ്റ്റാലിനും YMCAയും 5 കോടി രൂപ വീതം തന്നു. ചില സിനിമാ നടന്മാരെ ഏതാണ്ട് 1-2 കോടി രൂപയോളം തന്നു. ഇതാണ് പ്രധാനപ്പെട്ട, അതായത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ഇവരുടെയാണ്. അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 51, 60, 65 ഏതാണ്ട് ഒരു 10-90% അവരാണ്. അപ്പം ഞാനിതിനകത്ത് ഈ സാധാരണക്കാരൻ്റെ പേരെവിടെയെങ്കിലും കണ്ടുപിടിക്കാമോ എന്നുള്ളത് ഞാൻ തപ്പി നോക്കിയപ്പോൾ സുഹൃത്തുക്കളെ ഞെട്ടിപ്പോയത്, ഈ 3-4 ദിവസം കോൺട്രിബ്യൂട്ട് ചെയ്തവരിൽ സാധാരണക്കാരുടെ ഒരു 4-5-6 പേര് മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒന്ന് IBMലെ സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ദിനേഷ് 25 ലക്ഷം, പിന്നെ ആനന്ദ് പട്ടുവർദ്ധൻ എന്ന് പറഞ്ഞിട്ടൊരു സംവിധായകൻ, അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം കൂടെ ചേർത്ത് 2.2 ലക്ഷം, ഒരു രാജീവ് ജോസ് ഒരു 5 ലക്ഷം, അതുപോലെ തന്നെ ആർച്ചാസി അനിൽ മടവൂർ 1 ലക്ഷം. ഈ 4 പേരാണ് വ്യക്തിഗതമായി ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതായി പത്രങ്ങളിൽ വന്നത് എന്നിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ആലോചിച്ച് നോക്ക്. ഇതിനപ്പുറത്ത് ഈ ദുരിതാശ്വാസ നിധി പരാജയമാണെന്നുള്ളതിന് വേറെ വല്ല തെളിവും വേണോ സുഹൃത്തുക്കളെ? ഈ ദുരിതാശ്വാസ നിധിയെ നിലനിർത്തുന്നത് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒരു ഒരു സഭയും കുറേ സിനിമാ നടന്മാരും കൂടെ ചേർന്നിട്ടാണ് ഇതിനെ നിലനിർത്തുന്നത്. ഇതിൽ സാധാരണക്കാരൻ പരിപൂർണമായി പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഇത് പറയുമ്പോൾ ആ പറയുന്നവനെതിരെ കേസെടുക്കുക, അവരെ പീഡിപ്പിക്കുക, ഇതാണോ ഉത്തരവാദിത്തമുള്ളൊരു ഭരണകൂടം ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ഇത് പരാജയമായി എന്നുള്ളത് സ്വയം വിമർശനപരമായി പരിശോധിക്കണ്ടേ? 2018 ദുരിതാശ്വാസ നിധി വമ്പൻ വിജയമായിരുന്നല്ലോ. ആ വിജയമായിരുന്ന ആ ദുരിതാശ്വാസ നിധി ചെലവഴിച്ചതിലുണ്ടായ ഗുരുതരമായിട്ടുള്ള അപാകതകളല്ലേ ജനങ്ങളെ ഇപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയെ ഇത്ര സംശയത്തോടു കൂടി നോക്കിക്കാണാൻ ഇടയാക്കിയത്? ആ ദുരിതാശ്വാസ നിധിയിൽ എത്ര പണം ചെലവഴിച്ചു എന്നുള്ളത്, എത്ര പണം കിട്ടി, എത്ര പണം ചെലവഴിച്ചു, അതെങ്ങനെയാണ് ചെലവഴിച്ചത്, എന്തിനൊക്കെയാണ് ചെലവഴിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വല്ല പിടിയുണ്ടോ സുഹൃത്തുക്കളെ? പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിച്ച കാശ് കൊണ്ട് തമിഴ്നാട്ടിൽ പോയി കോഴി ഫാം ഉണ്ടാക്കി എന്നുള്ള ഉൾപ്പെടെയുള്ള വാർത്തകളല്ലേ എന്ന് പുറത്തു വന്നത്? എൻ്റെ സുഹൃത്തായിട്ടുള്ള ഹരിദാസ് എന്ന് പറയുന്ന വിവരാവകാശ പ്രവർത്തകൻ ആ പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര രൂപ ജില്ലാതലത്തിൽ സമാഹരിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അതറിയാൻ വേണ്ടി തന്നെ ഏതാണ്ട് ഒരു 10-35,000 രൂപയോളം ചെലവഴിക്കണം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിനോട് വിവിധ വകുപ്പുകൾ പറഞ്ഞത്. അപ്പോൾ 2018 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ പണം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും അപാകതകളും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകായുക്തയിൽ RS ശശികുമാർ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകന് കൊടുത്ത കേസിൽ ആ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ള ധാരണയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടായത്. ആ കേസ് മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് അന്ന് വിധി പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ ആ കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നതെങ്കിലും ആ ദുരിതാശ്വാസ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ള ധാരണയാണ് ജനങ്ങൾക്ക് മുഴുവൻ ഉണ്ടായത്. ആ കേസിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോകായുക്ത നിയമം പോലും ഭേദഗതി ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അതോടൊപ്പം തന്നെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഭരണകൂടത്തിൻ്റെ വിശ്വാസ്യത ഏതാണ്ട് റോക്ക് ബോട്ടം ലെവലിലേക്ക് പോയതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ഭരണകൂടത്തെ വിശ്വാസമില്ലാതായിരിക്കുന്നു. ഭരണകൂടത്തെ വിശ്വാസമുള്ളത് ശതകോടീശ്വരന്മാർക്കും കുറേ സിനിമാ നടന്മാർക്കുമാണ് എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിൻ്റെ ഉത്തരവാദികൾ ഭരണകൂടമാണ്, സ്റ്റേറ്റാണ്, പിണറായി വിജയനാണ്. അത് സ്വയം വിമർശനമായി പരിശോധിക്കുന്നതിനും തെറ്റിതിരുത്തുന്നതിനും പകരം വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ കേസ് കൊടുത്ത് രക്ഷപ്പെടാമെന്ന് പിണറായി വിജയൻ വിചാരിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ മൂഢസ്വർഗത്തിലല്ലേ പിണറായി വിജയൻ നിങ്ങൾ ഇരിക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ കഴിയുക? ഒന്നും കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്നെ തന്നെ വിളിച്ചിട്ട് വിദേശത്തു നിന്നൊക്കെ ആളുകൾ
ഞങ്ങൾക്ക് ഇതിൽ പണം കൊടുക്കാൻ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾ വേണമെങ്കിൽ സാറിന് പണം തരാം എന്ന് പറയുന്നു. അത് പല സുഹൃത്തുക്കളും വിദേശത്തു നിന്നൊക്കെ. അതിനവരെ എങ്ങനെയാണ് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുക? അപ്പോൾ അതുകൊണ്ട് ഇതുവരെയുള്ള അവസ്ഥ വെച്ച് നോക്കിയാൽ അതിദയനീയമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അവസ്ഥ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാധാരണ ജനങ്ങൾ ഈ ദുരിതാശ്വാസ നിധിയോട് തീർത്തും പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഈ ദുരിതാശ്വാസ നിധിയെ ഇപ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്നത് പ്രധാനമായും ശതകോടീശ്വരന്മാരാണ്. ആ ശതകോടീശ്വരന്മാരെല്ലാം കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് കോടി രൂപയുടെ ലാഭമുണ്ടാക്കുന്നവരാണ്. കച്ചവടക്കാർ കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് കോടി രൂപയുടെ ലാഭമുണ്ടാക്കുന്നവരാണ്. അത്തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ദുരിതാശ്വാസ നിധിയെ ഇപ്പോൾ താങ്ങി നിൽക്കുന്നത്. ഈ ദുരിതാശ്വാസ നിധിയെ താങ്ങി നിർത്തുകയും അതൊരു വലിയ വിജയമാക്കുകയും ചെയ്യേണ്ട കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ ദുരിതാശ്വാസ നിധിയോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദി കേരളത്തിലെ ഭരണകൂടവും അതിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനുമാണ് എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.